സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹൃദയത്തിൽ മുറിവേറ്റവരായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സമാശ്വാസം തരാം. കർത്താവേ, ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് അങ്ങയുടെ പുത്രൻ്റെ രക്ഷാകര ദൗത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പീഡാസഹനത്തിൻ്റെ വലിയ വേദനയിലൂടെ കടന്നുപോയ അങ്ങ് ഞങ്ങൾക്ക് മാതൃകയായിരുന്നു. കർത്താവേ, വേദനിച്ച ഓരോ നിമിഷങ്ങളിലും, ഹൃദയം നുറുങ്ങിയ ഓരോ നിമിഷങ്ങളിലും സഹനം ദൈവിക പദ്ധതിയാണെന്ന് അങ്ങ് തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗത്സേമനിയിൽ രക്തം വിയർത്തപ്പോൾ മാലാഖയുടെ സാന്നിധ്യത്താൽ അങ്ങ് സഹനം ദൈവികമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. സഹനം ദൈവിക പദ്ധതിയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളും ഉറച്ച ബോധ്യത്തോടെ കർത്താവേ അങ്ങയുടെ സന്നിധി നിൽക്കുകയാണ്. മുറിവേറ്റ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധി നിൽക്കുന്ന, പാപഭാരത്തോടെ അങ്ങയുടെ സന്നിധി നിൽക്കുന്ന ഞങ്ങളെ നീ കടാക്ഷിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. സ്നേഹം ത്യാഗമെന്നോദേ കുരിശിൽ മരിച്ചൊരു നാഥാ. സ്നേഹം ത്യാഗമെന്നോദേ കുരിശിൽ മരിച്ചൊരു നാഥാ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയെ, സഹനം പുണ്യമാണെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഹൃദയം നുറുങ്ങിയ ഓരോ സമയങ്ങളിലും വേദനയോടെ മറ്റുള്ളവർ ഞങ്ങളെ മാറ്റി നിർത്തിയ അവസരങ്ങളിൽ വേദനിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങൾ ചെലവഴിച്ച നിമിഷങ്ങളിലും ഞങ്ങൾക്കറിയാമായിരുന്നു നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്. ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളിൽ, സുഖകരമായ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു കർത്താവേ. പക്ഷേ ഒരുപാട് ക്ലേശങ്ങളുണ്ടായപ്പോൾ, സഹനങ്ങളുണ്ടായപ്പോൾ എന്തേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്ന് ഒരുപക്ഷെ പരിതപിക്കുകയും നിന്നോട് മറുതലിക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾ അറിയുന്നു കർത്താവേ, മുറിയപ്പെടുമ്പോഴാണ്, വേദനിക്കുമ്പോഴാണ് ഞങ്ങൾ ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നത്. മരണത്തോളം എത്തുമ്പോഴാണ് ക്രിസ്തുവിന്റെ മരണത്തോളം ഞങ്ങളും എത്തുന്നെന്ന് മനസ്സിലാക്കുന്നു. അവരിലൂടെ ജീവിക്കുമ്പോഴാണ് ഉത്ഥാനത്തിന്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ തൊടയണമേ.
സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ, വേദനിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുന്ന തണലായി, ആശ്വാസം നൽകുന്ന, സാന്ത്വനം നൽകുന്ന കരുണയുടെ നിമിഷങ്ങളായി അങ്ങയുടെ ചൈതന്യത്തെ ഞങ്ങൾക്ക് നൽകണമേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. 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 സ്നേഹം തന്നെയായി ഈശോയെ, ഞാൻ അറിയുന്നു നിന്റെ സജീവമായ സാന്നിധ്യം നോക്കാം കഴിയുന്ന ദൂരത്തിൽ, നിന്നെ സ്പർശിക്കാൻ കഴിയുന്ന ദൂരത്തിൽ, നിന്നെ അനുഭവിക്കാൻ കഴിയുന്ന ദൂരത്തിൽ തിരുവോസ്തിയായി, ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ കൂടെ വസിക്കുകയാണ്. നിന്റെ സജീവമായ സാന്നിധ്യത്തിന് കർത്താവേ, ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇതിനേക്കാൾ അപ്പുറം ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈശോയെ, ഞാൻ മനസ്സിലാക്കുന്നു നീ ചെയ്യാനുള്ളതിൽ ഏറ്റവും വലുത് നീ അൾത്താരയിൽ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു ഗോതമ്പ് അപ്പത്തോളം ചെറുതായി, ലോകത്തോളം വലുതാകാൻ, ദൈവത്തോളം വലുതാകാൻ ഒരപ്പത്തോളം ചെറുതാകണമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്, വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തോളമാകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വലിയ സത്യം പഠിപ്പിക്കാൻ ദൈവമായ നീ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായി നീ ദിവ്യകാരുണ്യമായി അവതരിച്ചു. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വലിയ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ, നാളെ നീ അൾത്താരയിൽ പെസഹ അപ്പമായി മാറുമ്പോൾ, തിരുരക്തമായി മാറുമ്പോൾ, നിന്റെ അതിരറ്റ സ്നേഹം, നിന്റെ ദിവ്യമായ കാരുണ്യം ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. നിന്നെ മനസ്സിലാക്കാൻ സഹനം മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ അറിയുന്നു. സഹനത്തെ മനസ്സിലാക്കി നിന്റെ കൂടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് ഈശോയുടെ കൂടെ സ്വസ്ഥമായി ശാന്തമായിരിക്കാം. ഈശോയ്ക്ക് നമ്മോട് പലതും സംസാരിക്കാനുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം വ്യാഖ്യാനിച്ചു തന്ന് ഞങ്ങളെ സ്നേഹത്തിലേക്ക് വളർത്തണമേ. വേദനയുടെ ആഴങ്ങൾ കാണാൻ, നൊമ്പരങ്ങളുടെ വിശ്വാസങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ വലിയ ആഴ്ചയിലെ 4-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നാളെ നമ്മൾ പെസഹ തിരുനാളിന് ഒരുങ്ങുകയാണ്. തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ മക്കളോടുകൂടെ വസിക്കാനായി സഹനത്തിൻ്റെ പാരമ്യത്തിൽ, സഹന ജീവിതം ആരംഭിക്കുന്നതിന് മുൻപേ തൻ്റെ ശരീരവും രക്തവും മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി സഹനത്തിൻ്റെ ഏറ്റവും വലിയ രൂപമായി അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. സഹനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ നെറ്റികൾ ചുളിയും. സഹനത്തെ ഏറ്റെടുക്കാൻ നമുക്കൊക്കെ പ്രയാസമാണ്. ഒരു സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ പലപ്പോഴും ഈശോയോട് മറുതലിച്ചിട്ടുണ്ട്, ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈ സഹനം എനിക്ക് തരാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഈ സഹനം നീ എൻ്റെ ജീവിതത്തിലേക്ക് വെച്ച് തരാൻ, ഈ സഹനത്തിലൂടെ എൻ്റെ ജീവിതത്തെ ശിഥിലമാക്കാൻ ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തിട്ടുള്ളത്? അൾത്താരയിൽ നമ്മൾ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പുരോഹിതരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ സഹനങ്ങളും പുണ്യങ്ങളാണെന്ന്. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു സഹനവും അതിൽ തന്നെ പുണ്യമല്ല. എന്നാൽ സഹനങ്ങൾ പുണ്യമായി മാറും. സഹനങ്ങളെ പുണ്യമാക്കി മാറ്റുകയാണ്.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അവസാനത്തെ സന്ദേശത്തിൽ അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങൾക്ക് ദുഃഖമുണ്ടാകില്ല എന്നല്ല, നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും. ദുഃഖത്തിൻ്റെ വേദനയിൽ നിങ്ങൾ പതറിപ്പോകും. പക്ഷേ ആ സഹനങ്ങൾ, ആ വേദനകൾ, ആ ദുഃഖങ്ങൾ സന്തോഷമായി ഒരിക്കൽ മാറും. സഹനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കാറുള്ളത്? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ സഹനമൊന്ന് എടുത്തു മാറ്റി എനിക്ക് ആശ്വാസം തരണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിലേക്ക് സഹനം പുണ്യമായിട്ട് മാറുകയോ ആ സഹനം ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല. സഹനം സന്തത സഹചാരിയാണ്. സഹനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സഹനത്തെ പുണ്യമാക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് വിശുദ്ധാത്മാക്കളുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കൂടെ വസിച്ചിട്ടുള്ള മാതാപിതാക്കന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ സഹനത്തെ പുണ്യമാക്കി മാറ്റിയിട്ടുള്ളവരാണ്. എപ്പോൾ എങ്ങനെയായിരിക്കും ഈ വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടാവുക? നമ്മൾ പ്രാർത്ഥിക്കുക, സഹനം ഒന്ന് എടുത്തു മാറ്റി എനിക്ക് ആശ്വാസം തരണമേ എന്നാണ്. എന്നാൽ സഹനത്തെ പുണ്യമാക്കി മാറ്റിയുള്ള വിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. സഹനങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് അവർ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. മറിച്ച് അവർ പ്രാർത്ഥിച്ചത് സഹനങ്ങളെ എടുത്തു മാറ്റണമേയല്ല, നീ തന്ന ഈ സഹനം രക്ഷാകര ദൗത്യത്തിൽ, രക്ഷാകര വേലയിൽ ഇത് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ളതാണെങ്കിൽ ഈ സഹനത്തെ, വേദനയെ നല്ല രീതിയിൽ സ്വീകരിക്കാനുള്ള മനസ്സ് തരണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനകളെ ദൈവം സ്വീകരിക്കുകയും സഹനങ്ങളെ നല്ല രീതിയിൽ പുണ്യമാക്കി മാറ്റാൻ അവരുടെ ജീവിതത്തിൽ ദൈവം ജീവിക്കുന്ന സാന്നിധ്യമായി, കൂടപ്പിറപ്പായി ദൈവം വസിച്ചിട്ടുണ്ട്. സഹനത്തെ പുണ്യമാക്കി മാറ്റിയ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 2001 ഒക്ടോബർ മാസം 21-ാം തീയതി കേരളത്തിലെ മലയാള പത്രങ്ങളുടെ എല്ലാം ആദ്യ പേജിൽ വന്നൊരു വാർത്തയുണ്ട്. ആത്മാനന്ദ് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ പത്രക്കുറിപ്പിലെ പ്രസ്താവനയായിരുന്നത്. വിവാദം വേണ്ട, എൻ്റെ ശരീരത്തെ, പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തമായ എൻ്റെ ശരീരത്തെ ക്യാൻസർ രോഗികളുടെ മരുന്ന് കുത്തിവയ്ക്കാൻ പരീക്ഷണ വസ്തുവായി ഉപയോഗിക്കാം. ഒരച്ഛൻ്റെ പത്രസമ്മേളനത്തിലെ വാക്കുകളാണ്. ഞാനും ആത്മാനന്ദച്ചനെ അതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഏകദേശം 63 വയസ്സോളം പ്രായമുള്ള ബദനി ആശ്രമം, നാലഞ്ചിറ, തിരുവനന്തപുരത്തടുത്ത് ബദനി നാലഞ്ചിറ ആശ്രമത്തിലെ ഈ വൈദികൻ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. 2001 വർഷം തുടങ്ങുന്ന സമയത്താണ് അച്ഛന് ശക്തമായ പുറംവേദന അനുഭവിച്ച് തുടങ്ങിയത്. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തിരുവനന്തപുരത്ത് ഡോക്ടറെ കാണുന്നു. സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു RCCയിൽ പോയി ഒരു ഡോക്ടറെ കാണണം. അദ്ദേഹം ആ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞ് അദ്ദേഹത്തോട്, അച്ഛനോട് ഡോക്ടർ പറഞ്ഞു, അച്ഛനായതുകൊണ്ട് അച്ഛനോട് തുറന്നു പറയാം, അച്ഛന് നട്ടലിനെ ബാധിച്ചിട്ടുള്ള ക്യാൻസർ രോഗമാണ്. അത് അവസാനത്തെ സ്റ്റേജാണ്. 3 മാസം, അച്ഛന് വൈദ്യശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം 3 മാസം കൂടി ഏറിപ്പോയാൽ ജീവിതമുണ്ടാകും. ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ദൈവം ഇടപെടണം. സഹനത്തിൻ്റെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൂടെ കടന്നുപോയ അച്ഛൻ, വേണമെങ്കിൽ വേദന കുറയ്ക്കാനുള്ള മരുന്ന് കൂടി അച്ഛന് കഴിക്കാം, അല്ലാതെ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല. വേദനയ്ക്ക് വേദന സംഹാരിയായ മരുന്നും കുറിപ്പുകളും ഒക്കെയായി അച്ഛൻ തൻ്റെ മുറിയിൽ വന്നു. മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ക്രൂശിത രൂപത്തിലേക്ക് നോക്കി തൻ്റെ വാതിലടച്ച് ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന എക്സ്റേ ഷീറ്റുകളും സ്കാൻ ചെയ്ത റിസൾട്ടുകളും മരുന്നുകളും ക്രൂശിത രൂപത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ മേശയ്ക്ക് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ഈ ആത്മാനന്ദച്ചൻ. അദ്ദേഹം ചോദിച്ച ചോദ്യവും നമ്മൾ ചോദിച്ച ചോദ്യവും ഒന്ന് തന്നെയാണ്. അദ്ദേഹം ചോദിച്ചു, എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വ്യയമായി തന്നിട്ട്, എൻ്റെ ജീവിതം മുഴുവൻ ഒരു ബലിയായി നിനക്ക് തന്നിട്ട് എന്നോട് ഇത് ചെയ്യാൻ മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു നിമിഷം അങ്ങനെ ഇരുന്ന അച്ഛൻ പെട്ടെന്ന് ചിന്തിച്ചു, വില്ലേജുകളിൽ മനുഷ്യരോട് സംസാരിച്ചിരുന്നപ്പോൾ ആൾത്താരി വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, സഹനം പുണ്യമാണ്, വേദനകൾ ദൈവം കടന്നു വരുന്ന നിമിഷങ്ങളാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വേദന കടന്നു വന്നപ്പോൾ ഞാൻ നിന്നോട് എന്തേ മറുതലിച്ചു? ഞാൻ നിന്നോട് മറുതലിച്ചത് തിരിച്ചെടുക്കുന്നു. ഇനി ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല നീ എന്തിന് എൻ്റെ ജീവിതത്തിലേക്ക് സഹനം തന്നുവെന്ന്. ഇത് ദൈവികമാണെങ്കിൽ, ദൈവിക പദ്ധതിയാണെങ്കിൽ
ഈ സഹനത്തെ ഏറ്റെടുക്കാനുള്ള നല്ല മനസ്സ് എനിക്ക് തരണമേ എന്ന്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ എഴുന്നേറ്റിട്ട് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് ആദ്യമായി പറഞ്ഞത്. വിവാദം വേണ്ട, എൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട പൗരോഹിത്യ ജീവിതത്തിലൂടെ എൻ്റെ ശരീരം അഭിഷേകം ചെയ്യപ്പെട്ടതാണ്. ആ ശരീരത്തെ ക്യാൻസർ രോഗികളുടെ മരുന്ന് കുത്തിവയ്ക്കാനുള്ള പരീക്ഷണ വസ്തുവായി ഉപയോഗിക്കാൻ ഞാൻ വിട്ടുതരുന്നു. 2001 ഒക്ടോബർ മാസത്തിൽ 3 മാസത്തെ ജീവിതം പറഞ്ഞ വൈദ്യശാസ്ത്രത്തിന് തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നു. പിന്നീട് അച്ഛൻ എല്ലാ ദിവസവും റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ നിത്യ ഒരു വിസിറ്ററായിരുന്നു. എല്ലാ ദിവസവും അവിടെ വരുന്ന രോഗികളുടെ അടുക്കൽ അച്ഛൻ ചെന്ന് അവരുടെ വേദനകളെ, അവരുടെ സാമ്പത്തിക പരാധീനതകളെ, കുടുംബത്തിൻ്റെ അവസ്ഥകളെയൊക്കെ ചോദിച്ചറിഞ്ഞ് അത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിപ്പോരുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചില്ല, മറിച്ച് അദ്ദേഹം അന്ന് കണ്ട രോഗികൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ സഹനം ദൈവിക പദ്ധതിയാണെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള നല്ല മനസ്സിനായി അദ്ദേഹം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. വൈദ്യശാസ്ത്രത്തെ കബളിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചത് വർഷങ്ങളായിരുന്നു. 2001 ഒക്ടോബർ മാസം 21-ാം തീയതി 3 മാസത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്ന ജീവിതം പിന്നീട് നിലച്ചത് 2017 നവംബർ മാസം 13-ാം തീയതി ആയിരുന്നു. ഏകദേശം 17 വർഷക്കാലം സഹനത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് മനുഷ്യൻ്റെ മുമ്പിൽ സഹനം പുണ്യമാണെന്ന് ജീവിച്ചു തീർത്ത ഒരു വൈദികൻ. ഇത് സഹനം പുണ്യമാക്കി മാറ്റിയ ഒരു വ്യക്തിയുടെ ഓർമ്മക്കുറിപ്പാണ്. നമ്മളും ഇതുപോലെ സഹനത്തെ പുണ്യമാക്കി മാറ്റുന്നവരാണ്. സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഈ വലിയ ആഴ്ച പ്രത്യേകിച്ച് നാളെ മുതൽ നമ്മൾ ഏറ്റവും തീവ്രമായിട്ടുള്ള കർത്താവിൻ്റെ പീഡാ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. രക്തം ഇറ്റിറ്റ് വീഴുന്ന വേദനയോടുകൂടിയ ഗെത്സേമനി അനുഭവവും പിറ്റേ ദിവസത്തെ കുരിശിൻ്റെ യാത്രയും കുരിശിൽ തൂങ്ങിയുള്ള മരണവും ഖബറടക്കവുമെല്ലാം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വെച്ച് നീട്ടപ്പെട്ട സഹനങ്ങളുടെ കൂട്ടുകാരായിരുന്നു. ഈ കൂട്ടുകാരെ ഏറെ സ്നേഹത്തോടെ സ്നേഹിച്ച ഈശോ മരണം വരെ സ്നേഹത്തെ തൻ്റെ കൂട്ടുകാരനായി ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമായി അനുഭവിച്ച ആളാണ്. ഈശോയോട് കൂടെ നമുക്കും സഹനത്തെ ഏറ്റെടുക്കാനാവട്ടെ. ഒരു സഹനവും പുണ്യമല്ല, പക്ഷേ സഹനങ്ങൾ പുണ്യമായി മാറണം. ദുഃഖങ്ങൾ സന്തോഷമായി മാറുന്നത് പോലെ സഹനങ്ങൾ പുണ്യമായി മാറട്ടെ. പ്രത്യേകിച്ച് ഈ വലിയ ആഴ്ച അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമുക്കാവട്ടെ. പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം ആവശ്യമുണ്ടെങ്കിൽ കർത്താവെ സഹനങ്ങളെ എടുത്തു മാറ്റണമേ എന്നല്ല, നിറഞ്ഞ സ്നേഹത്തോടുകൂടി ഈ സഹനങ്ങളെ ഏറ്റെടുക്കാൻ ദൈവിക പദ്ധതിയായി കണ്ട് അതിനോടുകൂടെ മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും സഹിക്കുന്നവരാണ്. നമുക്ക് സഹനത്തിൻ്റെ മാതൃകയായ ഈശോയിലേക്ക് നമുക്ക് നോക്കാം. കർത്താവിൻ്റെ കൂടെ നമുക്കായിരിക്കാം. മരണത്തോളം എത്തി മുറിയപ്പെട്ട് രക്തം ചിന്തി മരണമേറ്റെടുത്ത ഈശോ ഇന്ന് ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കൂടെയും നീ വസിക്കുന്നുണ്ട്. സഹനം നീ കടന്നു വരുന്ന നിമിഷങ്ങളാണ്. വേദനകൾ നിന്റെ അനുഭവങ്ങളാണ്. നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യമാണ് ഞാൻ സഹനങ്ങളെ തരണം ചെയ്യുന്നു എന്നുള്ളത്. നന്ദി പറയുന്നു കർത്താവേ. ഈ വലിയ ആഴ്ചയിൽ നിന്റെ കൂടെ നടക്കാനും നിന്റെ കൂടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും എന്നെ അനുഭവിച്ച ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവിനോട് കൂടെ നമുക്ക് ഈ സമയം ചിലവഴിക്കാം. നമ്മുടെ സഹനങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ രോഗങ്ങളെ, ഇതെല്ലാം എനിക്ക് സഹനമാണ്. ഈ സഹനം പുണ്യമായി മാറണം. ഇത് നോമ്പായി മാറണം. നോവുള്ള അൻപായത് മാറണം. എൻ്റെ സഹനം പുണ്യമായി മാറണം. വിശുദ്ധാത്മാക്കളോടുകൂടെ എൻ്റെ സഹനത്തെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു. കുരിശിൻ്റെ വഴിയിലേക്ക് ഞാനും ഇറങ്ങുന്നു. നിന്റെ വേദനയോടുകൂടി നിന്റെ കുരിശിൻ്റെ വഴിയിലൂടെ ഞാനും നിന്നെ അനുഗമിക്കുകയാണ്. മുറിവേറ്റപ്പെട്ട നമ്മുടെ വേദനകളുടെ നിമിഷങ്ങളെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് കൊണ്ടുവരാം. കരയുന്ന മിഴികളോടുകൂടെ, വേദനിക്കുന്ന കണ്ണീർ വാർക്കുന്ന കണ്ണുകളോടുകൂടെ, പിടയുന്ന ഹൃദയത്തോടുകൂടെ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവേ, ഞാൻ രോഗിയാണ്. എനിക്ക് സഹനങ്ങളുണ്ട്, മാറാത്ത വ്യാധികളുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ആദികളുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ കുറവ്
എൻ്റെ വേദനയായി എന്നെ അലട്ടുന്നുണ്ട്. എൻ്റെ രോഗങ്ങൾ, എൻ്റെ മക്കളുടെ പഠനങ്ങൾ, ഇതൊക്കെ എൻ്റെ വേദനകളാണ്. എൻ്റെ മാതാപിതാക്കന്മാരുടെ അസുഖങ്ങൾ, പ്രായമായവരുടെ വേദനകൾ, ലോകത്തെ അലട്ടുന്ന മഹാമാരിയുടെ വേദനകൾ, ഇതെല്ലാം അങ്ങയോട് ചേർത്തുള്ള സഹനങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപ നൽകണമേ. കരയുന്ന മിഴികളോടുകൂടെ കണ്ണീർ തുടയ്ക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കരമുയർത്തി പ്രാർത്ഥിക്കാം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. വലിയ സ്നേഹത്തോടെ, കർത്താവെ, ഞങ്ങളുടെ കൂടെ നിന്റെ സാമീപ്യം ഉണ്ടാകണമേ, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കണമേ, ഞങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൻ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൻ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? സ്നേഹത്തിൻ്റെ ഈശോയെ, എൻ്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ തരികയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ അലച്ചിലുകളും, എൻ്റെ കുടുംബത്തിൻ്റെ രോഗങ്ങളും, എൻ്റെ കുടുംബത്തിൻ്റെതായിട്ടുള്ള വേദനകളും എല്ലാം നിന്റെ സന്നിധിയിലേക്ക് തരികയാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് നീ വന്നപ്പോൾ, ജായിറോസിന്റെ മകളെ സുഖപ്പെടുത്താനായി നീ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ, പിശാച് ബാധിതനായ ബാലനെ സുഖപ്പെടുത്തുവാൻ പിതാവിനോടുകൂടെ യാത്ര പുറപ്പെട്ട യേശുവിനെ പോലെ കർത്താവേ, നീ ഞങ്ങളുടെ കുടുംബത്തിലേക്കും കടന്നു വരണമേ. അൾത്താരയിൽ നിന്ന് ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയായി നീ ഞങ്ങളുടെ ഭവനത്തിലേക്കും കടന്നു വരണമേ. ഈ വലിയ നൊയമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ വലിയ ആവേശത്തോടെ നിന്നോടുകൂടെ വസിക്കാനും ഉപവസിക്കുവാനും, സ്നേഹത്തിലുള്ള അൻപ് മനസ്സിലാക്കാൻ വേദനിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ. വേദനയിലൂടെ നിന്നെ കാണാൻ, ഓരോ വേദനിക്കുന്നവന്റെ സമീപയും നീയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ
മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഈശോയെ, ഈ ആരാധന തുടങ്ങുന്ന സമയം എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകളും ആകുലതകളും ഉണ്ടായിരുന്നു. നിന്റെ കൂടെ ഞാൻ കടന്നുപോയ നിമിഷങ്ങളിലൂടെ ഞാൻ ശാന്തമാവുകയാണ്. സഹനം പുണ്യമാണെന്ന് ഞാനും മനസ്സിലാക്കുന്നു. സഹനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നീ കൂടെയുണ്ടെന്ന വലിയ ബോധ്യം നീ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ എല്ലാ വേദനകളെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നീ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, നിങ്ങളുടെ വേദന സന്തോഷമായി മാറും. നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കർത്താവേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും വേദനിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ ശാന്തശീലനാണ്, നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ഈ സമയം കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധി നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. കർത്താവെ, വേദനിക്കുന്ന നിമിഷങ്ങളിൽ ആശ്വാസമായി എന്നെ ആശ്വസിപ്പിക്കുന്ന കുളിർക്കാറ്റായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി നീ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങണമേ എന്ന് അല്പസമയം നമുക്ക് മൗനമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആശീർവാദത്തിനായിട്ട് മുട്ടുമേൽ നിൽക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമായി കൂടെ നടക്കുന്ന അനുഭവമായി അങ്ങ് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ